റാന്നി വനമേഖലയിൽ അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യം. ആയുധധാരികളായ സംഘം എന്ന് സംശയം. തമിഴ്നാട്ടിൽ നിന്ന് മൃഗവേട്ട ലക്ഷ്യമിട്ട് എത്തിയവരാണെന്നും സൂചനയുണ്ട്. വനാതിർത്തികളിലെ വീടുകളിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ മോഷണം പോകുന്നതും പതിവെന്ന് പരാതി ഉയർന്നിരിക്കുന്നു. AV ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് ഉന്മേഷ് ശിവരാമൻ, ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ശബരിമല ക്ഷേത്രം ഉൾപ്പെടെ ഉള്ള റാന്നി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ പെരിയാർ ടൈഗർ റിസർവിലെ മേഖലകളിലാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ആയുധധാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കാണുന്നതായി നാട്ടുകാരുൾപ്പെടെ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇത്തരക്കാർ വീട്ടിലെത്തുകയും വീട്ടിൽ നിന്ന് തന്ത്രപരമായി പകൽ സമയത്തുൾപ്പെടെ വാതിലും ജനലും തകർത്തുകൊണ്ട് മോഷണം നടത്തുന്നു എന്നാണ് നാട്ടുകാരുടെ ഒരു പരാതി. തമിഴ്നാട്ടിൽ നിന്ന് അടക്കമുള്ള ഈ മൃഗവേട്ടക്കാരാണെന്നൊരു നിഗമനത്തിൽ വനം വകുപ്പ് എന്തായാലും ഈ വിഷയത്തിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇത്തരത്തിൽ പലപ്പോഴായി പകൽ സമയങ്ങളിൽ വീട്ടിലെത്തുകയും വീടിൻ്റെ വാതിലൊക്കെ പൊളിച്ച് മോഷണം നടത്തുന്നതാണ് നാട്ടുകാർ പറയുന്നത്. ഇവർ മോഷ്ടിക്കുന്നത് ഭക്ഷണങ്ങളും ഒപ്പം തന്നെ വീട്ടിലുള്ള ചെറിയ കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമാണ്. അതിനപ്പുറത്തേക്ക് വിലപിടിപ്പുള്ള വസ്തുക്കളോ പണമോ മോഷ്ടിക്കുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. അതുതന്നെയാണ് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ സംശയം ഉണ്ടാക്കുന്നത്. ഇവർ ഏതെങ്കിലും തരത്തിലുള്ള മാവോയിസ്റ്റുകളോ മറ്റ് ബന്ധമുള്ള ആളുകളാണോ, മൃഗവേട്ടക്കാരാണോ, അങ്ങനെ ഒരുപാട് സംശയം നാട്ടുകാർക്കുണ്ട്. പക്ഷേ നാട്ടുകാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിനും വനം വകുപ്പിനും പരാതി നൽകിയിട്ടും ഇല്ലെങ്കിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടും കൃത്യമായൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപവും നാട്ടുകാരും ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും ഈ പാചകം ചെയ്യുന്ന ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കൊണ്ടുപോകുന്നത്. മറ്റു തരത്തിലുള്ള അതിക്രമങ്ങളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. പക്ഷേ ഈ ജനങ്ങളെ സംബന്ധിച്ച് ഒരു ഭീതി ഈ വിഷയങ്ങളിലുണ്ട്. ആങ്ങാമൊഴി, വാലുപ്പാറ, കൊച്ചുകോയിക്കൽ അങ്ങനെ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നമുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു അടിയന്തര ഇടപെടൽ ആവശ്യമുണ്ട്. പക്ഷേ വനം വകുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് തങ്ങൾ നടത്തിയ പരിശോധനയിൽ അങ്ങനെ സംശയാസ്പദമായി ആരെയും കണ്ടെത്തിയിട്ടില്ല എന്നാണ്. ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പക്ഷേ ഈ വേട്ടക്കാരാകാമെന്നൊരു സംശയം വനം വകുപ്പിന്. പക്ഷേ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല. പോലീസും സമാനമായ മറുപടിയൊക്കെ തന്നെയാണ് തരുന്നത്. പക്ഷേ നാട്ടിൽ കൃത്യമായി ഇടവേളകളിൽ പകൽ സമയത്ത് വാതിലുകളും മറ്റും തകർത്ത് മോഷണം നടക്കുന്നുണ്ട്. കൊണ്ടുപോകുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളും ഒപ്പം കത്തി ഉൾപ്പെടെയുള്ള ചെറിയ ആയുധങ്ങളുമാണ്. എന്തായാലും നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. ഈ വന്യമൃഗ ശല്യത്തിനൊപ്പമാണ് ഇത്തരത്തിലൊരു മോഷണം കൂടി നാട്ടുകാർ നേരിടേണ്ടി വരുന്നത്. ആരാണ് എന്താണെന്ന് കണ്ടെത്തണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉന്മേഷ്, AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.